ഹായ് ഡി സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു സെമസ്റ്ററാണ്, 5th സെമസ്റ്റർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ 5th സെമസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ കോഴ്സ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായി, നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പേപ്പർ, അതായത് മറ്റൊരു കോഴ്സിൻ്റെ ഓഫർ ചെയ്യുന്ന പേപ്പർ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉള്ളൊരു ഓപ്പൺ കോഴ്സ്, അതായത് BCA ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സാണ് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ. അപ്പോൾ ഈ ഒരു പേപ്പർ, ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നുള്ള പേപ്പറിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ടുള്ളൊരു പേപ്പറാണ്. പൊതുവേ എല്ലാവരും, ഇപ്പോഴത്തെ ഈ ഒരു തലമുറയിലെ എല്ലാ കുട്ടികളും കോമൺ ആയിട്ട് അറിയുന്ന ഒന്നാണ് ഓഫീസ് ഓട്ടോമേഷൻ, വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ്. ഈ ഒരു 3 കാര്യം കോമൺ ആയിട്ട് അറിയുന്നവരാണ്. അത് അറിയാത്തവരുണ്ടായേക്കാം, പക്ഷെ റെയറാണ്. പൊതുവെ എല്ലാവർക്കും അറിയാം. ആ ഒരു പേപ്പറിൻ്റെ ആവശ്യകതയും ഇനി അറിയാത്തവർക്ക് അത് അറിയാൻ കൂടിയാണ് ഈ ഒരു പേപ്പർ. ഇതോടുകൂടി ഈ ഒരു പേപ്പർ പഠിക്കുന്നതോടുകൂടി നമുക്ക് ഡോക്യുമെൻറ്റേഷൻ, കാൽക്കുലേഷൻ, പ്രസൻറ്റേഷൻ, ഈ 3 കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അതർ കോഴ്സിൻ്റെ ഒരു പേപ്പർ നമുക്ക് പഠിക്കണോണ്ട് അതിനുള്ള ബെനിഫിറ്റും. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ, നമ്മുടെ സിലബസിൽ ഇതുവരെ ഓപ്പൺ കോഴ്സ് എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ എക്സാമിന് ഒരു പേപ്പറായിരുന്നു. അതായത് ഒരു 10 മാർക്ക് ഇൻ്റേണൽ, ഒരു 40 മാർക്ക് എക്സ്റ്റേണൽ വരുന്നൊരു ചെറിയ പേപ്പറായിരുന്നു. പേപ്പർ പഠിക്കാനുള്ളതൊക്കെ സെയിം തന്നെ, അതായത് കണ്ടൻറ്റൊക്കെ ഒരുപോലെ തന്നെയാണെങ്കിൽ പോലും അങ്ങനെയായിരുന്നു. പക്ഷേ ഈ വർഷം അതുപോലെയല്ല. എല്ലാ പേപ്പറും പോലെയുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഓപ്പൺ കോഴ്സ്. ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെറുതാക്കാൻ പറ്റുന്നൊരു കോഴ്സല്ല. എല്ലാ പേപ്പറിനും അത്രയും ഡെപ്തും അതേ ഒരു എക്സാം പാറ്റേണും തന്നെയാണ് ഈ വർഷം മുതൽ ഓപ്പൺ കോഴ്സിനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ടത് പഠിക്കണം. വളരെ ഈസിയാണ്. അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിച്ചു പോയാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ കമ്പ്യൂട്ടർ പേപ്പറല്ലേ, ലാബ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ പഠിക്കാൻ പറ്റും, ആ ബുദ്ധിമുട്ട് അതൊന്നുമില്ല. അത് സിമ്പിളാണ്, നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇനി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ചോദിക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ സിലബസ് മാത്രമേ ഇന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ. അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് സിലബസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓപ്പൺ കോഴ്സിൻ്റെ സിലബസാണ് കൊടുത്തിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ പറയുന്നുണ്ടല്ലേ, 15 മാർക്ക് ഇൻ്റേണലും എക്സ്റ്റേണൽ 60 മാർക്കും. ആ ഒരു പാറ്റേൺ തന്നെ, അതായത് 75 മാർക്കാണ് നമുക്ക് എക്സാമിന് കിട്ടുന്നത്. ഇതുവരെ പറഞ്ഞാൽ 15 മാർക്ക് ഇൻ്റേണൽ എന്ന് പറഞ്ഞാൽ 10 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. എല്ലാ പേപ്പറിനും പോലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇതിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള കൺസിഡറേഷൻ പേപ്പറിന് കൊടുക്കുക. അപ്പോൾ ഇൻ്റേണൽ 15 മാർക്കും എക്സ്റ്റേണൽ 60 മാർക്കും വരുന്നുണ്ട്. നമുക്ക് 4 യൂണിറ്റാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റിലത്തെ യൂണിറ്റ് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ്. അതായത് കോമൺ ആയിട്ട് നമുക്ക് അറിയേണ്ട, ഒരു കമ്പ്യൂട്ടർ പഠിക്കുന്ന കുട്ടി അറിയേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് മോഡ്യൂളുള്ളത്. കമ്പ്യൂട്ടർ എന്താണ്, എത്ര ടൈപ്സ് ഉണ്ട്, അതിൽ ടൈപ്പ് പറയുമ്പോൾ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, നോട്ട് ബുക്ക്, നെറ്റ് ബുക്ക്, അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഹാർഡ്വെയർ, ഏതൊക്കെയാണ് ഹാർഡ്വെയർസ്, എന്താണ് സോഫ്റ്റ്വെയർ, ഏതൊക്കെയാണ് സോഫ്റ്റ്വെയർസ്, എന്താണ് നെറ്റ്വർക്ക്, എത്ര ടൈപ്സ് നെറ്റ്വർക്ക് ഉണ്ട്, ഒരു കമ്പ്യൂട്ടർ ഫീൽഡിൽ ക്ലയൻറ്റ് എന്താണ്, സെർവർ എന്താണ്, OS എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. ആ ഒരു ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കുന്നത് കൂടി കമ്പ്യൂട്ടറിന് ജനറലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ സെക്കൻഡ് പഠിക്കുന്നത് ഓഫീസ് ഓട്ടോമേഷൻ ടൂൾസുകളെ കുറിച്ചിട്ടാണ്. കോമൺ ആയിട്ടൊരു ഓഫീസ് ഓട്ടോമേഷൻ, ഒരു ഓഫീസ് കൺട്രോളിങ്ങിന് ആവശ്യമായിട്ടുള്ളതാണ്. ഒന്ന് ഡോക്യുമെൻറ്റേഷൻ, ഒന്ന് കാൽക്കുലേഷൻ, ഒന്ന് പ്രസൻറ്റേഷൻ. അതായത് ഡോക്യുമെൻ്റ് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം. നമ്മൾ ഈ സിലബസിൽ പഠിക്കുന്നത് വിൻഡോസ് ഓറിയൻറ്റഡ് ആയിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ടുകൊണ്ടുള്ള ടൂൾസുകളാണ് നാം പറയുന്നത്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വേർഡാണ് യൂസ് ചെയ്യുന്നത്. വേർഡിൽ ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്ന രീതികൾ,
അതിലുള്ള ഓരോ ടൂളും എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളാണ് വേർഡിൽ പറയുന്നത്. അത് ഡോക്യുമെൻറ്റേഷൻ യൂസിങ് വേർഡ് പ്രോസസ്സർ. അപ്പോൾ അതിൽ MS വേർഡാണ് പറയുന്നത്. ഫ്രീ സോഫ്റ്റ്വെയറും പറയാം. നമ്മൾ ഉദ്ദേശിച്ച് പറയുന്നത് വിൻഡോസാണ്. അതിലെന്താണ് ഓഫീസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ, അതിലൊരു ഡോക്യുമെൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാം, പിന്നെ അതിലുള്ള ഓരോ ടൂൾസും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക, അതായത് ഒന്നിൽ കൂടുതൽ കണ്ടൻറ്റുകൾ എങ്ങനെ മെർജ് ചെയ്യാം, പിന്നെ കോപ്പി പേസ്റ്റ്, പ്രിൻറ്റിങ് സ്റ്റൈൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡോക്യുമെൻറ്റേഷനിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് സെക്കൻഡ് മോഡ്യൂളിൽ പറയുന്നത്. തേർഡ് മോഡ്യൂളിൽ പറയുന്നത് സ്പ്രെഡ്ഷീറ്റാണ്. അതായത് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യുക. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻസ് ഒന്നും അറിയാതെ തന്നെ നമുക്ക് കാൽക്കുലേഷൻ നടത്താൻ ഒരുപാട് ഫോർമുലാസ് എക്സലിലുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് അത് ചെയ്യാൻ കഴിയും. പിന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ കഴിയും. ഒരുപാട് ഫീച്ചേഴ്സ് എക്സലിനുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാൽക്കുലേഷൻ പർപ്പസ് വളരെ ഈസി ആക്കുന്ന എക്സലാണ്. അതിൽ സ്പ്രെഡ്ഷീറ്റ് എന്നുള്ള വാക്കുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊരു വർക്ക്ഷീറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൽ എങ്ങനെ ഫോർമുലസ് യൂസ് ചെയ്യാം, ഫങ്ഷൻസ് എങ്ങനെ യൂസ് ചെയ്യാം, ഗ്രാഫിൽ അങ്ങനെ ചാർട്ട് എങ്ങനെ വരയ്ക്കാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യം, ടേബിൾ ക്രിയേഷൻ എങ്ങനെ ചെയ്യാം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മൂന്നാമത്തെ മോഡ്യൂളായ എക്സലിൽ പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞത് പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ അതായത് ഇതിൽ MS പവർ പോയിൻ്റ് ആണ്, അതേസമയം ഉബുണ്ടു ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇംപ്രസ് ആണ് വരുന്നത്. അതാണ് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടും. കാരണം ഇപ്പോൾ ഉബുണ്ടു ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്ററിലായാൽ പോലും ഉബുണ്ടുവാണ് യൂസ് ചെയ്യുന്നത്. സ്കൂളുകളിൽ ഹൈസ്കൂൾ തലം വരെ ഉബുണ്ടുവാണ് ഉപയോഗിക്കുന്നത്. കാരണം അതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ MS വേർഡിനോളം പ്രാധാന്യം അതിന് കൊടുക്കുന്നത് കൊണ്ടാണ് ആ ബ്രാക്കറ്റിൽ എഴുതുന്നത്. നമ്മൾ പഠിക്കുന്നത് അതായത് വിൻഡോസ് ആണെങ്കിൽ പോലും അങ്ങനെയാണ് പറയുന്നത്. പ്രസൻറ്റേഷൻ എന്താണ്, പ്രസൻറ്റേഷൻ എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുക, അതായത് സ്ലൈഡ്സ്. പ്രസൻറ്റേഷൻ പറയുമ്പോൾ ഓരോ സ്ലൈഡാണ്. ഇപ്പോൾ എല്ലാവർക്കും സ്ലൈഡ് നല്ല പരിചിതമായിട്ടുണ്ടാവും. കാരണം ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുക്കുമ്പോൾ സ്ലൈഡ്സാണ് ഷെയർ ചെയ്യാറ്. അതുകൊണ്ട് സ്ലൈഡ് ഒരുവിധം എല്ലാവർക്കും പരിചിതമായിട്ടുണ്ടാവും. അപ്പോൾ സ്ലൈഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആ സ്ലൈഡ്സിൽ എങ്ങനെയൊക്കെ മോഡിഫിക്കേഷൻ, അതിലെങ്ങനെ ഗ്രാഫ് വരയ്ക്കാം, അതിലെങ്ങനെ വേർഡ്സിന് ഓരോന്നിനും ഭംഗി കൂട്ടാം, അതിലെങ്ങനെ അനിമേഷൻ ചെയ്യാം, അതായത് മൂവ്മെൻറ്റ്, ഓരോ ടെക്സ്റ്റിന് എങ്ങനെ മൂവ്മെൻറ്റ് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ് ലാസ്റ്റ് മോഡ്യൂൾ പ്രസൻറ്റേഷൻ ചെയ്യാന്നുള്ള ആ ഒരു മോഡ്യൂളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിലെ 2 മോഡ്യൂൾ ഞാൻ രമ്യ മിസ് ഞാനാണ് എടുക്കുന്നത്. പിന്നത്തെ 2 മോഡ്യൂൾസ് പിന്നെ പ്രവിശ മിസ്സാണ് എടുക്കുക. അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നമുക്ക് ഡൗട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വീഡിയോസിന് താഴെ കമൻറ്റ് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും, അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ചോദിക്കാം. പക്ഷേ എന്തായാലും അതത് ദിവസങ്ങളിൽ എല്ലാ പോർഷൻസും ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ ഇതാണ് സിലബസ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇത്രയെന്ന് പറയുന്നതോട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിലബസിലോട്ട് കടക്കാം. ഓക്കെ, താങ്ക് യു.